നമസ്കാരം. ഞാൻ സൺലൈറ്റ് സോളാർ എനർജി സൊല്യൂഷൻസിൻ്റെ MD. എൻ്റെ ഒരു ബിജു. ഞാൻ ഇന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പേപ്പറിലെ ന്യൂസുകൾ കാണുന്നുണ്ട്. അതായത് നമ്മുടെ നെറ്റ്വർക്ക് KSEBയുടെ നെറ്റ്വർക്ക് അല്ലെങ്കിൽ നമ്മുടെ വൈദ്യുതി വിതരണ കമ്പനിയുടെ നെറ്റ്വർക്കിൽ താളം തെറ്റുന്നു സോളാറിൻ്റെ കറണ്ട് ചെന്നിട്ട് എന്നുള്ള ന്യൂസ് കണ്ടു. ഇത് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോളാർ ഉൽപ്പാദിപ്പിച്ച് നമ്മളെ ലൈനിലേക്ക് പോകുമ്പോൾ ആ ലൈനിൽ ഉപയോഗിക്കാൻ ആളുണ്ടാകണം. അതായത് ഉപയോഗിക്കാൻ ആളില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പ്രൊഡക്ഷൻ ഇറങ്ങി പോവുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ KSEBിൽ നിന്ന് ഒരു ഫീസിബിലിറ്റി എടുത്തിട്ടാണ് നമ്മൾ ഈ ഓൺ ഗ്രിഡ് എന്ന് പറഞ്ഞ പ്ലാന്റ് നമ്മൾ വിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പകൽ ടൈം ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഗ്രിഡിലേക്ക് നമ്മുടെ സോളാർ പ്ലാന്റിൻ്റെ വൈദ്യുതി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പുറത്തു നിന്ന് വാങ്ങുന്ന വൈദ്യുതി ആ ഗ്രിഡ് ഈ വൈദ്യുതി അപ്പോൾ ഇങ്ങോട്ട് നമുക്ക് കടന്നു വരുന്നില്ല. പുറത്തുനിന്ന് വാങ്ങുന്ന വൈദ്യുതി, അതായത് ഗ്രിഡിൻ്റെ താളം തെറ്റുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ട് വരത്തില്ല. നമുക്കൊരു ഹൈബ്രിഡ് മെഷീൻ വെച്ചിട്ട് അതിന് സപ്പോർട്ടഡായിട്ടുള്ള ഒരു ലിഥിയം ബാറ്ററി കൊണ്ട് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് പിന്നെ നമുക്ക് അങ്ങനെയുള്ള ഒരു പ്രശ്നമേ വരത്തുള്ളൂ. നമുക്ക് ആവശ്യത്തിന് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിനനുസരിച്ചിട്ടുള്ള മാത്രമേ പാനൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പാടുള്ളൂ. നമുക്ക് സർക്കാരിൻ്റെയോ KSEBയുടെയോ മറ്റുള്ള പെർമിഷനുകളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ആവശ്യമായിട്ട് വരുന്നില്ല. നമുക്ക് സഫീഷ്യൻ്റായിട്ട് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതിൽ നഷ്ടം വരത്തില്ല. അതിന് ചെയ്യേണ്ടത് ഓരോ വർഷവും നമ്മുടെ വീട്ടിലേക്ക് ഓരോ ടെക്നോളജി അനുസരിച്ചുള്ള പുതിയ പുതിയ മെഷീനറീസുകൾ നമ്മളുടെ വിപണിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് മാറും. നമ്മൾ ഓണം, ക്രിസ്മസ് അങ്ങനെയുള്ള ആഘോഷവേളയിൽ ഇപ്പം നമ്മൾ ശ്രദ്ധിക്കുമല്ലോ, എല്ലാ പത്രത്തിൻ്റെയും ഫ്രണ്ട് പേജിൽ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ ഓഫറുകളെ സംബന്ധിച്ചുള്ളതാണ്. അപ്പം നമുക്ക് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെക്നോളജി മാറുന്തോറും നമ്മളുടെ നിലവിലുള്ള ടെക്നോളജി കുറഞ്ഞ സാധനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്ത് നിങ്ങൾ പുതിയത് എടുക്കൂ എന്ന് പറഞ്ഞു. അപ്പം നമ്മളെ മൈൻഡ് സെറ്റ് നമ്മളെ മാറും. ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് ഒരു 5 വർഷം, ഒരു 10 വർഷത്തേക്കിന് നമ്മൾ ആ ടൈമുകളിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി പല സാധനങ്ങളും നമുക്ക് മാറ്റേണ്ടതായിട്ട് തോന്നും. അതായത് പവർ സേവിങ്സ് കൂടുതലുള്ള AC ആയാലും ഫ്രിഡ്ജ് ആയാലും വാഷിംഗ് മെഷീൻ ആയാലും ഫ്രീസറായാലും അങ്ങനെ ടെക്നോളജി കൂടിയ ഒരുപാട് ഐറ്റംസ് വിപണിയിൽ ഫ്യൂച്ചറിൽ ഉണ്ടാകാം. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഹൈബ്രിഡ് മെഷീനാണെന്നുണ്ടെങ്കിലും ലിഥിയം ബാറ്ററി ആണെന്നുണ്ടെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ടുള്ള മെഷീനുകൾ നമ്മൾ വിപണിയിൽ നിന്നും വാങ്ങുമ്പോൾ അതിന് എന്ത് സൊല്യൂഷൻ, അതായത് ഒരു 5 വർഷം കഴിയുമ്പോൾ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാകാം, അതിന് നമുക്കെന്ത് വേണം, നമ്മുടെ വീടിനെക്കുറിച്ചും നമ്മളുടെ ജീവിത നിലവാരത്തിനെക്കുറിച്ചും നമുക്കൊരു വിഷൻ ഉണ്ടാകണം. കൃത്യമായിട്ട് ആ ഒരു വിഷൻ സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പറയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ സോളാർ മേഖലയിൽ സോളാറിൻ്റെ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാനൊരു 7 ഇയർ വെച്ചിട്ട് മുൻപേ ഞാൻ KSEBിലെ ഒരു സബ് എഞ്ചിനീയറായിരുന്നു. ഞാൻ ആ ജോലി VRS എടുത്തിട്ടാണ് ഞാൻ ഈ സോളാറിൻ്റെ സൊല്യൂഷൻ സോളാറിൻ്റെ സർവീസ് എല്ലാവർക്കും കൃത്യമായിട്ട് കൊടുക്കാൻ വേണ്ടിയും എൻ്റെ സമയം എനിക്ക് സേവിങ്സായിട്ട് കണ്ടെത്തി അതിൽ കൂടെ ഞാൻ പണം കണ്ടെത്തുക എന്നുള്ള അതിലുപരി ഒരു സർവീസ് കൊടുക്കുക എന്നുള്ളൊരു, അതായത് ബെറ്റർ സർവീസ്. ഇന്ന് നമുക്ക് ഒരുപാട് കോമ്പറ്റീഷനാണ് വിപണിയിൽ നിലനിൽക്കുന്നത്. അപ്പോൾ ഏറ്റവും ബെറ്റർ സർവീസ് കിട്ടുന്ന ഉപകരണങ്ങളും ഇപ്പം തന്നെ ഞാൻ അദാനിയുടെ ചാനൽ പാർട്ണറായിട്ട് ഞാൻ ഈ അടുത്ത ടൈമിൽ തന്നെ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ V-Guardൻ്റെ ചാനൽ പാർട്ണറായിട്ട് ഈ അടുത്ത ടൈമിൽ തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വൻകിട കമ്പനിയുമായിട്ടുള്ള ഒരു സപ്പോർട്ടെന്ന് പറയുമ്പോൾ നമുക്കൊരു വലിയൊരു കോൺഫിഡൻസാണ് നമ്മൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അവരുടെ ഉൽപ്പന്നങ്ങൾ നമ്മൾ വിൽക്കുന്നു, അതിന് സർവീസ് സപ്പോർട്ട് കൊടുക്കുന്നു, അതിൽ കൂടെ ഒരു മണി സേവിങ്സ് കസ്റ്റമേഴ്സിന് ഉണ്ടാക്കി കൊടുക്കുന്നു, കൃത്യമായിട്ടൊരു സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കുന്നു. അതാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒരു വിഷൻ സെറ്റ് ചെയ്തിട്ട്, അതായത് ഒരു വീട് ഡൊമസ്റ്റിക് പർപ്പസാണ്, ആ വീട്ടിൽ ഒരു 5 വർഷം കഴിയുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കാം, അവരെന്തൊക്കെ ഡെവലപ്മെൻറ്റ് ഉണ്ടാകാം, ഇങ്ങനെയുള്ള കൃത്യമായിട്ടുള്ളൊരു സ്റ്റഡി ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു കസ്റ്റമേഴ്സുമായിട്ട് നമ്മൾ അവരോടത്ത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രമാണ് നമ്മളൊരു സൊല്യൂഷൻ കൊടുക്കുന്നത്. അല്ലാതെ നമ്മുടെ ഇരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടി മാത്രമല്ല. അങ്ങനെ നമുക്ക് വേണ്ടി ഒരു പ്രൊഡക്റ്റ് ഇല്ല. കസ്റ്റമർ എന്താണോ ആവശ്യപ്പെടുന്നത് അവരുടെ നീഡ് മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് നമ്മൾ അതിനൊരു സൊല്യൂഷൻ കൊടുക്കുമ്പോഴാണ് കസ്റ്റമർ എന്നെ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ 6-7 വർഷക്കാലം കൊണ്ട് ഏകദേശം ഒരു 375-ൽ പരം
സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഇന്ന് എനിക്കുണ്ട്. അവർ വീണ്ടും 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 ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പുതിയ ടെക്നോളജികൾ എൻ്റെ അടുത്തു നിന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് ഞാൻ കൃത്യമായിട്ട് അവർക്കൊരു സൊല്യൂഷനായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഞാൻ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്, അതുകൊണ്ടാണ് ഒരു നെക്സ്റ്റ് ഒരു 10 വർഷത്തേക്കും ഒരു 15 വർഷത്തേക്കിന് ഉള്ള ഒരു ടെക്നോളജി കസ്റ്റമേഴ്സിനെ കൊണ്ട് തന്നെ അത് വിഷൻ സെറ്റ് ചെയ്തിട്ട് അതിനുള്ളൊരു കൃത്യമായിട്ടൊരു സൊല്യൂഷനാണ് കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് വരുന്നത് 30 വർഷത്തേക്കിനുള്ള പാനലാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ആ 30 വർഷം കൊണ്ട് എന്തെല്ലാം മാറ്റങ്ങൾ നമുക്കുണ്ടാകാം, ഫ്യൂച്ചറിൽ എന്തെല്ലാം വ്യത്യാസങ്ങൾ വരാം. അപ്പോൾ അന്നേരം നമ്മൾ ചെയ്യുന്ന പാനൽ മാറേണ്ടി വരുന്നില്ല. അപ്പോൾ നമ്മൾ ഇൻവെർട്ടർ ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. എല്ലാവരും തന്നെ അത് പറഞ്ഞു തരത്തില്ല. ഇപ്പം നിലവിൽ എല്ലാവരും സ്റ്റോക്ക് വാങ്ങിച്ച് വെച്ചിട്ട് അതെങ്ങനെയും വിറ്റഴിക്കുക എന്നുള്ള ഒറ്റ ചിന്തകളിലാണ് എല്ലാവരും. അതിൽ കൂടെ എന്ത് ലാഭം കിട്ടും. പക്ഷേ ഞാൻ അങ്ങനെയല്ല. കൃത്യമായിട്ടൊരു 5 വർഷം 10 വർഷം 15 വർഷ കാലയളവിലേക്ക് എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങൾക്ക് വരാം, അതിനുള്ള കൃത്യമായിട്ടൊരു സൊല്യൂഷൻ സൺലൈറ്റ് സോളാർ എനർജി സൊല്യൂഷനിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൃത്യമായ ഇടവേളകളിൽ, അതായത് ഒരു വർഷത്തിലും 4 മാസം കൂടിയിരിക്കുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളുടെ പാനലെല്ലാം ക്ലീൻ ചെയ്യുകയും നിങ്ങളുടെ സൈറ്റിൽ സപ്പോർട്ടഡായിട്ട് എന്തൊക്കെ കംപ്ലൈൻറ്റുകൾ വരാം അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ വരാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഒരു 4 മാസം കൂടി ഇരിക്കുമ്പോഴും 10 ഇയറിലേക്ക് നമ്മളിപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 10 ഇയർ കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എന്നിൽ നിന്ന് AMC എടുക്കാവുന്നതാണ്. AMC എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് വീണ്ടും അതേപോലെ തന്നെ അല്ലെങ്കിൽ അതിലും മെച്ചപ്പെട്ടതായിട്ട് എന്തൊക്കെ നിങ്ങൾക്ക് തരാൻ പറ്റും എന്നുള്ള ഒരു മൈൻഡ് ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എൻ്റെ കസ്റ്റമേഴ്സിന് എന്തെല്ലാം കൊടുക്കാൻ പറ്റും, അവരെ എങ്ങനെയൊക്കെ സേവ് ചെയ്യാൻ പറ്റും, അവരുടെ ഫ്യൂച്ചറിൽ അവർ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് ഉപകരണങ്ങൾ കൊണ്ട് എന്തെല്ലാം സേവിങ്സ് നടത്താൻ പറ്റും, ഇങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് എനിക്കിപ്പോൾ ഇഷ്ടംപോലെ സമയമുണ്ട്. ഓൾറെഡി ഒറ്റ ചിന്ത മാത്രമേ തന്നെയുള്ളൂ, ഒരു സോളാർ പ്ലാന്റ് എത്രമാത്രം മനോഹരമായിട്ട് ചെയ്തു കൊടുക്കാം, അതിനകത്ത് എത്രമാത്രം ക്വാളിറ്റി, എന്തെല്ലാം പ്രൊഡക്റ്റുകൾ വെച്ച് കഴിഞ്ഞാൽ അതിനെ ഏകോപിപ്പിച്ചിട്ട് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ ഒരു സ്ക്രൂ വരെ നമ്മൾ SS-ൻ്റെ, അതായത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്ക്രൂ വരെയാണ് നമ്മൾ സ്ക്രൂവേ ക്ലാമ്പേ അങ്ങനെ വേണ്ട എല്ലാ ഉപകരണങ്ങളും നമ്മളൊരു ക്വാളിറ്റി ബേസാണ് തോന്നുന്നത്. ക്വാളിറ്റി എന്ന് പറയുന്നതല്ല, അത് കൊടുക്കുന്നതിനകത്ത് അത് നമ്മുടെ ഒരു പ്ലാന്റിൽ വന്നിട്ട് ഇത് മോശമായി പോയി അല്ലെ അങ്ങനെയാണ് ഇത് ചെയ്തത്, അയ്യോ ഇതിങ്ങനെ ചെയ്യരുത് എന്നൊരാൾ നാളെ പറയാതിരിക്കാൻ വേണ്ടി കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് കൃത്യമായിട്ട് എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ നമ്മുടെ പ്ലാന്റിന് അവിടെ കൃത്യമായിട്ട് നമ്മുടെ അഡ്രസ്സ്, ഫോൺ നമ്പർ, 24/7 ടെലിഫോൺ നമ്പർ, എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് പ്ലാന്റിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ എന്തെങ്കിലും അഡ്വാൻസ് ടെക്നോളജിയും അതുപോലെ തന്നെ സോളാർ പ്ലാന്റ്, ഓൺ ഗ്രിഡ്, ഓഫ് ഗ്രിഡ്, ഹൈബ്രിഡ്, അദാനി ടോപ്കോൺ പാനൽ, വി-ഗാർഡ് ബൈഫേഷ്യൽ പാനൽ, വി-ഗാർഡ് സോഴ്സ് സ്മാർട്ട് ഇൻവെർട്ടറുകൾ, ഏറ്റവും കൂടിയ എഫിഷ്യൻസി കിട്ടുന്ന MPPT ഉള്ള ഇൻവെർട്ടറുകളേതൊക്കെയാണ്, ഏറ്റവും കൂടുതൽ ടെക്നോളജി ഫ്യൂച്ചറിൽ അത് മറ്റ് കംപ്ലൈൻറ്റുകളൊന്നും ഇല്ലാതെ ഫ്യൂച്ചറിൽ നമുക്ക് ഓൺ സൈറ്റിൽ സർവീസ് കിട്ടുന്ന പാനലുകൾ ഏതാണ്, ആ ഒരു കാര്യങ്ങൾ മാത്രം സ്റ്റഡി ചെയ്തിട്ട് അതിൻ്റെ നമ്മൾ ആ കമ്പനി വേണ്ടി ടൈപ്പ് ആയിട്ടാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് നിങ്ങൾക്കൊരു സൊല്യൂഷൻ തരാൻ പറ്റും. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, താങ്ക് യു.